ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. ശബരിമല തീർത്ഥാടകരെ സഹായിക്കാനും AI സ്വാമി ചാറ്റ്ബോട്ട് ഉടനെത്തും. സ്വാമി ചാറ്റ്ബോട്ട് AI അസിസ്റ്റന്റിന്റെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി. പത്തനംതിട്ട ജില്ലാ ഭരണകൂടമാണ് സ്വാമി ചാറ്റ്ബോട്ട് AIക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഇന്റർഫേസിലൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് സ്വാമി ചാറ്റ്ബോട്ട് ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിനു പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ 6 ഭാഷകളിൽ സമഗ്ര സേവനം സ്വാമി ചാറ്റ്ബോട്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉടൻ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നട തുറപ്പ്, പൂജാസമയം തുടങ്ങിയ ക്ഷേത്രകാര്യങ്ങളും വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് ഇതിലൂടെ ലഭ്യമാകും. പോലീസ്, വനംവകുപ്പ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളുടെ സേവനങ്ങളും ചാറ്റ്ബോട്ടിലൂടെ ലഭിക്കും. അപകടരഹിതവും കൃത്യവുമായ തീർത്ഥാടനാനുഭവം ഭക്തർക്ക് ഉറപ്പുവരുത്താനാകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓൺലൈനിൽ ഖാലിസ്ഥാൻ അനുകൂല ഉള്ളടക്കം വർദ്ധിക്കുന്നത് തടയാൻ IT മന്ത്രാലയം. IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരമാണ് നിയന്ത്രണം. സിഖ് ഫോർ ജസ്റ്റിസ് പോലുള്ള ഗ്രൂപ്പുകൾ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും യുവാക്കളെ ആശയങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതായാണ് കണ്ടെത്തൽ. ഇതേ തുടർന്നാണ് വിഘടനവാദ അജണ്ടകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം നീക്കം ചെയ്യാനും അക്കൗണ്ടുകൾ നിയന്ത്രിക്കാനും സർക്കാർ നടപടിയെടുക്കുന്നത്. ഇത്തരം ഉള്ളടക്കം വർദ്ധിക്കുന്നത് ഇതാദ്യമല്ല. നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായി വരികയാണ്. ഇത് ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും ധനസമാഹരണത്തിനും തീവ്രവൽക്കരിക്കാനുമുള്ള അവസരമൊരുക്കിയതായി സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. വേൾഡ് സിഖ് ഓർഗനൈസേഷൻ പോലുള്ള മറ്റ് സംഘടനകളും മുഖപത്രമായ ബാസിലൂടെ സജീവമാണ്. ഹാൻഡിലുകൾ, സന്ദേശങ്ങൾ, ചാനലുകൾ എന്നിവ നീക്കം ചെയ്യുന്നത് IT ആക്ടിലെ സെക്ഷൻ 69A അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുക, ഇന്ത്യയെ പ്രതിരോധിക്കുക, സംസ്ഥാനത്തിന്റെ സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം നിലനിർത്തുക, പൊതുക്രമം നിലനിർത്തുക തുടങ്ങിയ ചില സാഹചര്യങ്ങളിൽ ഓൺലൈൻ ഉള്ളടക്കം തടയാനുള്ള അധികാരം ഈ വകുപ്പ് സർക്കാരിന് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നോക്കിയ വോഡഫോൺ ഐഡിയയുമായി സഹകരണം പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ 4G നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിനായാണ് പങ്കാളിത്തം. VIയുടെ കവറേജും ഡാറ്റ ശേഷിയും വർദ്ധിപ്പിക്കാനും നെറ്റ്വർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പങ്കാളിത്ത സഹായകമാവും. 5G റോളൌട്ടിനായി തയ്യാറെടുക്കുന്നതിന് മുൻപ് 2 കമ്പനികളും തമ്മിലുള്ള കരാറിന്റെ ഭാഗമായാണ് ഈ വിപുലീകരണം. VIയുമായുള്ള ഇടപാടിന്റെ ഭാഗമായി ബേസ് ബാൻഡ് റേഡിയോ മൊഡ്യൂളുകൾ ഉപയോഗിച്ച് നോക്കിയ ശൃംഖല വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. 2025 മാർച്ചോടെ മാത്രം നോക്കിയ ഏകദേശം 3300 പുതിയ സൈറ്റുകൾ വിതരണം ചെയ്യും. 42,000-ലധികം ടെക്നോളജി സൈറ്റുകളിലേക്ക് നോക്കിയയുടെ അപ്ഗ്രേഡുകളും ടെൽകോയുടെ നെറ്റ്വർക്കിലൂടെ 25,000-ലധികം സ്പെക്ട്രം വിപുലീകരണങ്ങളും ബാൻഡ് വിഡ്ത്തും ഡാറ്റാശേഷിയും വർദ്ധിപ്പിക്കും. ഈ അപ്ഗ്രേഡേഷൻ ദശലക്ഷക്കണക്കിന് VI ഉപഭോക്താക്കൾക്ക് മൊബൈൽ അനുഭവം വർദ്ധിപ്പിക്കും. തടസ്സമില്ലാത്ത പ്രവർത്തനം ഉറപ്പു നൽകുകയും ചെയ്യുമെന്ന് നോക്കിയ സീനിയർ വൈസ് പ്രസിഡന്റും കൺട്രി ഹെഡുമായ തരുൺ ചന്ദ്ര പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. AI ചിപ്പുകൾ എന്നിവയിൽ സാംസങ് ഇലക്ട്രോണിക്സ് ഓഹരികൾ 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ട്രംപ് ഭരണത്തിൽ വരുന്നതോടെ US താരിഫുകളിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് കാരണം. ഈ വർഷം TSMC, NVIDIA പോലുള്ള ചിപ്പ് നിർമ്മാതാക്കൾക്കിടയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഓഹരി സാംസങ്ങിന്റേതായിരുന്നു. ചൈനീസ് ഇറക്കുമതി താരിഫുകളിൽ അമേരിക്ക മാറ്റം വരുത്തിയേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇത് സാംസങ്ങിന് വലിയ രീതിയിലുള്ള പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇറക്കുമതിക്ക് 10% യൂണിവേഴ്സൽ തീരുവയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 60% ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയതാണ് സാംസങ്ങിന്റെ ഓഹരി ഇടിയുന്നതിലേക്ക് നയിച്ചത്. ചൈനീസ് ഇറക്കുമതിയിൽ കുത്തനെയുള്ള തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി ചൈനയെ കയറ്റുമതി വില കുറയ്ക്കാനും ചൈനയിലുള്ള കൊറിയൻ ചിപ്പ് കമ്പനികളെ വെട്ടിച്ചുരുക്കാനും പ്രേരിപ്പിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആശങ്ക ഉന്നയിച്ചു. തുടർച്ചയായി 4ാം ദിവസമാണ് സാംസങ്ങിന്റെ ഓഹരികൾ ഇടിയുന്നത്. സാംസങ്ങിന്റെ ഓഹരികൾ വർഷാദ്യം മുതൽ ഇതുവരെ 34% ഇടിഞ്ഞു. ഈ വർഷം ഇതുവരെ SK ഹൈനെക്സിന്റെ ഓഹരികൾ 32% ഉയർന്നു.
എൻവിഡിയ ഓഹരികൾ 199% നേട്ടമുണ്ടാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ആദ്യത്തെ AI 5G ടെലികോം നെറ്റ്വർക്കിന് തുടക്കമിട്ട് എൻവിഡിയയും സോഫ്റ്റ് ബാങ്ക് കോർപ്പറേഷനും. AI റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയിലൂടെ ഒരേ സമയം AIയും 5Gയും പ്രവർത്തിപ്പിക്കാൻ കഴിയും. പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളായ എൻവിഡിയയും സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗമായ സോഫ്റ്റ് ബാങ്ക് കോർപ്പറേഷനും ലോകത്തിലെ ആദ്യത്തെ AI 5G ടെലികോം നെറ്റ്വർക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. AI റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയിലൂടെ ഒരേ സമയം AIയും 5Gയും പ്രവർത്തിപ്പിക്കാൻ നെറ്റ്വർക്കിന് കഴിയും. നെറ്റ്വർക്കിനായുള്ള ആപ്ലിക്കേഷനുകളിൽ സ്വതന്ത്ര വെഹിക്കിൾ റിമോട്ട് സപ്പോർട്ടും റോബോട്ടിക്സ് നിയന്ത്രണവും ഉൾപ്പെടുന്നു. അതേസമയം സോഫ്റ്റ് ബാങ്കാണ് എൻവിഡിയയുടെ പുതിയ ബ്ലാക്ക്വെൽ ചിപ്പ് ഡിസൈനുകൾ ആദ്യമായി സ്വീകരിച്ചതെന്നും അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന AI സൂപ്പർ കമ്പ്യൂട്ടറിൽ സംയോജിപ്പിക്കുമെന്നും എൻവിഡിയ സ്ഥാപകൻ ജെൻസൺ ഹുവാങ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.